ഫ്രണ്ട്സ്, ഞങ്ങളുടെ യാത്ര ഇന്നത്തേത് ഡാലസ് ഡൗൺ ടൗണിലൂടെയുള്ളതാണ്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഡൗൺ ടൗണിലുള്ള ഞങ്ങളുടെ യാത്ര നിങ്ങളും ആസ്വദിക്കണേ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോ നമ്മുടെ ആദ്യത്തെ സ്ഥലം AT&T സ്റ്റോറും AT&T ഡിസ്കവറി ഡിസ്ട്രിക്റ്റും, ഇത് രണ്ടും അടുത്തടുത്താണ്. AT&T ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. AT&T ഇന്റർനെറ്റ് എയറും അതുകൂടാതെ ഓപ്റ്റിക്കൽ ഫൈബർ ഇന്റർനെറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമുണ്ട്. അതുകൂടാതെ സൈഡിലൊക്കെ ഫൗണ്ടൈൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങള് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് റീയൂണിയൻ ടവറിലേക്ക് പോവുകയാണ്. റീയൂണിയൻ ടവർ ഇവിടെ അടുത്ത് തന്നെയാണ്. റീയൂണിയൻ ടവറിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും ടിക്കറ്റൊക്കെ ക്ലോസ് ആയിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ റീയൂണിയൻ ടവർ പുറത്തുനിന്ന് കണ്ടു. അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. 561 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. അടുത്തതായി ഞങ്ങൾ പോയത് ക്ലൈഡ് വാറൻ പാർക്കിലേക്കാണ്. അവിടെ എത്തുമ്പോൾ രാത്രിയായിരുന്നു. ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും മറ്റും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ ഓപ്പൺ ആയിരിക്കും. കണ്ട, ഇത്
ഡാർട്ട് ബസ്. ഇത് ഓടുന്നത് റെയിൽ പാളത്തിലൂടെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബസ്സാണ്. ഞങ്ങളുടെ കാറ് കുറച്ച് ദൂരെയുള്ള ഒരു പാർക്കിംഗ് സെന്ററിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ വന്നത് നടന്നിട്ടാണ്. പാർക്ക് ചെയ്ത കാർ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയത് ടാക്സിയിലായിരുന്നു. സൈഡിലായിട്ട് 1-2 ഐസ്ക്രീം വിൽക്കുന്ന വാനുകൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.